മലയാള സാഹിത്യത്തിന് കെ.ആർ. മീര നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. തൻ്റെ എഴുത്തുകൾ കൊണ്ട് വായനക്കാരുടെ ഹൃദയത്തിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ എഴുത്തുകാരി. അക്ഷരങ്ങൾക്കുള്ളിൽ അവർ നിഗൂഢമായി പലതും മറച്ചുവെച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് കെ.ആർ. മീരയുടെ എഴുത്തിൻ്റെ പ്രത്യേകതയും സൗന്ദര്യവും. ഖബർ ഒരു കുഞ്ഞു നോവലാണ്. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയും. ഇതിലെ കേന്ദ്ര കഥാപാത്രം ജില്ലാ ജഡ്ജ് ഭാവന സച്ചിദാനന്ദനാണ്. ഭർത്താവുമായി ഡിവോഴ്സായി ADHD ഉള്ള തൻ്റെ ഏകമകൻ അദ്വൈതിനുമൊപ്പം ജീവിക്കുന്നു. അവളുടെയും പ്രമോദിൻ്റെയും ഒരു പ്രണയവിവാഹമായിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ അയാളുടെ സ്റ്റാറ്റസിനോട് ഒത്തുപോകാൻ വേണ്ടി അച്ഛനോട് വാശി പിടിച്ചവൾ വീട് പുതുക്കിപ്പണി കഴിപ്പിച്ചു. സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സ്വർണം വാങ്ങി കരുതി വെച്ചു. അങ്ങനെ പലതും അവൾ ചെയ്തു. എന്നാൽ വിവാഹശേഷം അയാളുമായി ഒത്തുപോകാൻ അവൾ തന്നാലാവുന്നതും ശ്രമിച്ചിരുന്നു. അങ്ങനെ അയാൾക്കിഷ്ടമല്ലാത്തതൊക്കെയും അവൾക്കും ഇഷ്ടമല്ലാതായി കഴിഞ്ഞു. ഭാര്യ കരിയറിൽ തന്നേക്കാൾ മുന്നിലാവുന്നത് അയാൾക്ക് സഹിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെയും അവൾ തോറ്റുകൊടുത്തു. അങ്ങനെ അയാൾ എഴുതിത്തോറ്റ ജില്ലാ മജിസ്ട്രേറ്റ് പരീക്ഷയും അവൾക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു. എന്നിട്ടും അവർക്കിടയിലെ പൊരുത്തക്കേടുകൾ കൂടിയതേ ഉള്ളൂ. തങ്ങൾക്കൊരു കുഞ്ഞു പിറന്നപ്പോൾ അവന് ADHD ആണെന്ന തിരിച്ചറിവിൽ അയാൾ ആ ബന്ധം അവസാനിപ്പിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം അവൾ തൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർ ടാഗോറിൻ്റെ വരികൾ ഓർക്കാനാണ് പറഞ്ഞത്. കൂടിനുള്ളിലാണെങ്കിൽ ചിറകു വിടർത്താൻ ഇടമില്ല, പക്ഷേ പിടിച്ചിരിക്കാൻ അഴികളുണ്ട്. ആകാശത്താണെങ്കിൽ ചിറകു വിടർത്താൻ ഇടമുണ്ട്, പക്ഷേ പിടിച്ചിരിക്കാൻ അഴികളില്ല. അങ്ങനെ അവൾ ആത്മാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്തു. പിന്നീട് അയാൾ എഴുതിത്തോറ്റ ജില്ലാ മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതി വിജയിച്ചു. ഭർത്താവിൻ്റെ സ്നേഹത്തിനും കരുതലിനും വേണ്ടി യാചിച്ച ഭാവനയെ അവൾ സ്വയം കുഴിച്ചു മൂടിക്കൊണ്ട് മറ്റൊരു ഭാവനയെ ഉയർത്തെഴുന്നേറ്റു. അവളുടെ ഡിവോഴ്സിന് ശേഷമാണ് അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു പോയത്. അതിനമ്മയ്ക്ക് വ്യക്തമായ കാരണമുണ്ട്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. ആ വീട്ടിൽ തനിക്കോ തൻ്റെ ഇഷ്ടങ്ങൾക്കോ യാതൊരു വിലയുമില്ല എന്ന തിരിച്ചറിവിലാണ് അമ്മ വീടുപേക്ഷിച്ചു പോയത്. തൻ്റെ പൂർവികൻ്റെ ഖബർ സംരക്ഷണ കേസുമായാണ് ഖയാലുദ്ദീൻ തങ്ങൾ കോടതിയിലെത്തിയത്. അയാളെ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഭാവനയ്ക്ക് ബോധം നഷ്ടപ്പെട്ടു. എന്നാൽ പൂർണ്ണമായി ബോധം മറയുന്നതിന് മുൻപ് അവൾ തൻ്റെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവനെ കാണുന്നു. പിന്നീട് ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾക്ക് ബോധം വന്നപ്പോൾ സഹപ്രവർത്തകർ പറഞ്ഞു ഇതെല്ലാം ആ തങ്ങളുടെ കൺകെട്ട് വിദ്യയാണെന്ന്. അത് കേട്ടപ്പോൾ അവൾക്ക് അയാളോട് ദേഷ്യമാണ് തോന്നിയത്. സാക്ഷികളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ ആ കേസിൽ അയാൾക്കെതിരായി അവൾ വിധി പറയുന്നു. എന്നാൽ പിന്നീട് ഭാവനയുടെ എല്ലാ മുൻധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഖയാലുദ്ദീൻ തങ്ങൾ അവളുമായി കൂടുതൽ അടുക്കുന്നു. തനിക്കും മനസ്സ് വായിക്കാൻ പഠിക്കണമെന്ന് ഒരിക്കൽ ഭാവന അയാളോട് പറഞ്ഞപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അത് പഠിക്കാത്തതാണ് നല്ലത്. മനസ്സ് വായിക്കാൻ പഠിച്ചതിൽ പിന്നെ ഒരു ബന്ധത്തിലും അധികം തുടരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മൈൻഡ് റീഡിംഗ് തുടങ്ങിയ കാലത്ത് അതൊരു രസമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളുടെയും അന്ന് സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സ് വായിച്ചതോടെ പഠിച്ചതിൽ പശ്ചാത്താപം തോന്നി. സ്ത്രീക്ക് വില നൽകാത്ത അച്ഛനെയും ഭർത്താവിനെയും മാത്രമാണ് അതുവരെ ഭാവന കണ്ടത്. എന്നാൽ സ്ത്രീയെ ആദരിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ഖയാലുദ്ദീൻ തങ്ങൾ അവൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പായിരുന്നു. എന്നിരുന്നാലും അയാളും തൻ്റെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവനും തമ്മിലുള്ള ബന്ധം അവൾക്ക് അറിയില്ലായിരുന്നു. യോഗീശ്വരൻ അമ്മാവനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതിങ്ങനെയാണ്: കാശിക്ക് പോയ കാർണവന്മാരിൽ തിരികെ വന്ന ഒരേ ഒരാൾ യോഗീശ്വരൻ അമ്മാവനാണ്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 2 ദേവതകളുമുണ്ടായിരുന്നു. യോഗീശ്വരൻ അമ്മാവനാണ് തങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്നത് എന്നാണ് അച്ഛൻ്റെ വിശ്വാസം. എന്നാൽ അമ്മ പറഞ്ഞത് മറ്റൊരു കഥയാണ്. യോഗീശ്വരൻ അമ്മാവൻ തിരികെ വന്നത് അനന്തരവന് ഇഷ്ടമായില്ല. അതിനാൽ അനന്തരവൻ അമ്മാവനെ കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷേ ദേവതകൾ അതിന് അനുവദിച്ചില്ല. തീയും മഴയും തൊട്ട് ആഹാരം കഴിക്കാത്ത അവരെ അത് കഴിപ്പിച്ച് ദുർബലരാക്കിയിട്ടാണ് അനന്തരവൻ അമ്മാവനെ കൊന്നത്. അവസാനം യോഗീശ്വരൻ അമ്മാവനും ഖയാലുദ്ദീനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നതോടെ ഭാവനയുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നു. എന്നാൽ ഒടുവിൽ ഖയാലുദ്ദീൻ്റെ അസാന്നിധ്യത്തിലും പൂർണ്ണത കൈവരിക്കുന്ന
ഭാവനയാണ് എഴുത്തുകാരി വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രവുമായൊക്കെ ഏറെ ബന്ധമുള്ള ഒരു കഥയാണ് ഖബർ. വായനക്കാർക്ക് തൻ്റേതായ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്നൊരു കഥ. കെട്ടുകഥകളുടെയും വിശ്വാസങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തിൻ്റെയുമൊക്കെ ഒട്ടേറെ തലങ്ങൾ നമുക്ക് ഈ കഥയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നു. അതുതന്നെയാണ് ഖബറിനെ വ്യത്യസ്തമാക്കുന്നതും. ഭാവനയും യോഗീശ്വരൻ അമ്മാവനും ഖയാലുദ്ദീനുമൊക്കെ വായനക്കാരെ മടുപ്പിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു പുത്തൻ വായനാനുഭവം തന്നെ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.